എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ മുൻ മാനേജ്മെന്റ് കൺസൾട്ടന്റും അതിരൂപത സ്ഥാപനങ്ങളുടെ കേന്ദ്ര ഓഫീസായ ഐക്കോയുടെ സ്ഥാപകനുമായ ശ്രീ ആൻഡോ ജോൺ ഫാദർ ജോഷി പുതുവായുടെ കള്ളത്തരങ്ങളെപ്പറ്റി എഴുതിയ കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാകുന്നു. അതിരൂപത ചാൻസലർ ഫാദർ ജോഷി പുതുവ വ്യാജ ബോർഡ് റെസൊല്യൂഷൻ ഉണ്ടാക്കി ഫെഡറൽ ബാങ്കിൽ നിന്നും 5 കോടി രൂപ ലോൺ എടുത്തു. 2015 ജൂൺ മാസം 2ാം വാരത്തിൽ ഫെഡറൽ ബാങ്കിന്റെ തൃക്കാക്കര ബ്രാഞ്ച് മാനേജർ എന്നെ ഫോണിൽ വിളിച്ചു. പ്രൊക്രേറ്റർ ജോഷി അച്ഛൻ തന്നെ വിളിച്ചിരുന്നുവെന്നും നൈപുണ്യ സ്കൂളിന് വേണ്ടി 5 കോടി രൂപ അടുത്ത ദിവസം തന്നെ ആവശ്യമുണ്ടെന്നും അതുകൊണ്ട് ഉടനെ ലോൺ ശരിയാക്കണമെന്നും പറഞ്ഞു. കൂടാതെ പണം കിട്ടിയില്ലെങ്കിൽ ഫെഡറൽ ബാങ്കുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. ഒരു ദിവസം കൊണ്ട് 5 കോടി രൂപയുടെ ലോൺ ശരിയാകില്ലെന്നും അതുകൊണ്ട് ഈ പ്രതിസന്ധിയിൽ നിന്നും തന്നെ രക്ഷിക്കണമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന. ലോൺ പാസ്സാകുന്നതിന് ഡയറക്ടർ ബോർഡിന്റെ അനുമതി പത്രം, ബോർഡ് റെസൊല്യൂഷൻ ആവശ്യമാണെന്ന് പറഞ്ഞ് സമയം നീട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമിക്കുവാൻ ഞാൻ അദ്ദേഹത്തെ ഉപദേശിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ബാങ്ക് മാനേജരോട് ലോണിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. ലോൺ ശരിയാക്കിയെന്നും അതിൽ നിന്നും നല്ലൊരു തുക പിൻവലിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ബോർഡ് റെസൊല്യൂഷൻ കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ കിട്ടി എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. എനിക്ക് എന്തോ പന്തികേട് തോന്നിയത് കൊണ്ട് ബോർഡ് റെസൊല്യൂഷന്റെ ഒരു കോപ്പി എനിക്ക് അയച്ചു തരണമെന്ന് അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം അത് അയച്ചു തരുകയും ചെയ്തു. അത് പരിശോധിച്ചപ്പോൾ 2015 ജൂൺ 22 ചേർന്ന ബോർഡ് മീറ്റിംഗിലാണ് ലോൺ എടുക്കുവാനുള്ള റെസൊല്യൂഷൻ പാസ്സാക്കിയതെന്ന് കണ്ടു. തൃക്കാക്കര ഭാരത് മാതാ കോളേജ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ കീഴിലാണ് തൃക്കാക്കരയിലെ നൈപുണ്യ പബ്ലിക് സ്കൂളും ആലുവായിലെ ഭാരത് മാതാ ലോ കോളേജും ഭാരത് മാതാ ആർട്സ് കോളേജും പ്രവർത്തിക്കുന്നത്. ഭാരത് മാതാ കോളേജ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ ബോർഡ് മീറ്റിംഗ് മിനിറ്റ്സിന്റെ കോപ്പികൾ ഐക്കോയിൽ സൂക്ഷിക്കാറുണ്ട്. ഞാനത് പരിശോധിച്ചപ്പോൾ ആ ദിവസം അങ്ങനെ ഒരു ബോർഡ് മീറ്റിംഗ് നടന്നിട്ടില്ലെന്ന് കണ്ടു. മീറ്റിംഗ് കൂടാതെ എങ്ങനെയാണ് റെസൊല്യൂഷൻ പാസ്സാക്കുന്നത്? ഫാദർ വർഗീസ് കളപ്പറമ്പത്തായിരുന്നു ഭാരത് മാതാ കോളേജിന്റെ മാനേജറും ഭാരത് മാതാ കോളേജ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ സെക്രട്ടറിയും. അതിരൂപത പ്രൊക്രേറ്റർ ഫാദർ ജോഷി പുതുവായായിരുന്നു നൈപുണ്യ സ്കൂളിന്റെയും ഭാരത് മാതാ ലോ കോളേജിന്റെയും എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ഞാൻ വർഗീസ് കളപ്പറമ്പത്തച്ഛനോട് ഈ ബോർഡ് റെസൊല്യൂഷനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നൈപുണ്യ സ്കൂളിന്റെ കെട്ടിടപ്പണിക്ക് വേണ്ടി 5 കോടി രൂപ ഫെഡറൽ ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്നതിനായി ഡയറക്ടർ ബോർഡ് 22/6/2015 പാസ്സാക്കി എന്ന് പറയപ്പെടുന്ന റെസൊല്യൂഷന്റെ കോപ്പി അടക്കം ചെയ്തിട്ടുള്ള ഒരു കത്ത് ഫാദർ ജോഷി പുതുവ തനിക്ക് അയച്ചു തന്നെന്നും ബോർഡ് റെസൊല്യൂഷന്റെ കോപ്പിയുടെ അടിഭാഗത്ത് ഫാദർ ജോഷി സ്വന്തം കൈപ്പടയിൽ താഴെ പറയുന്ന സന്ദേശം എഴുതുകയും ചെയ്തിരുന്നുവെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഡിയർ ഫാദർ, I request your kindness to sign the documents on behalf of Bharat Mata Educational Trust. പ്രൊക്രേറ്റർ ഫാദർ ജോഷി. അദ്ദേഹം എനിക്ക് അവയുടെ കോപ്പികൾ അയച്ചു തന്നു. ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. പ്രൊക്രേറ്റർ ഔദ്യോഗികമായി തന്റെ സ്വന്തം കൈപ്പടയിൽ തന്നോട് അഭ്യർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ഒരു ചതി ഇതിന്റെ പുറകിൽ ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്നും ലോണിന് വേണ്ടി മൈനർ സെമിനാരിയുടെ പേരിലുള്ള വസ്തു ഈടായി നൽകുവാൻ അതിന്റെ റെക്ടർ ഫാദർ ജോസ് കണിയാമ്പറമ്പിൽ ബാങ്കിൽ പോയി ഒപ്പിട്ടിട്ടുണ്ടെന്നും അദ്ദേഹവും കബളിപ്പിക്കപ്പെട്ടുവെന്നും കളപ്പറമ്പത്തച്ഛൻ പറഞ്ഞു. ഞാൻ കണിയാമ്പറമ്പിൽ അച്ഛനുമായി സംസാരിച്ച് കാര്യങ്ങൾ സ്ഥിരീകരിച്ചു. അച്ഛനും ഇക്കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അദ്ദേഹവും അമ്പരന്ന് പോയി. ഈ വിവരങ്ങളെല്ലാം കാണിച്ച് ഞാൻ എടയേന്ദ്രത്ത് പിതാവിന് ഒരു മെയിൽ അയച്ചതിന്റെ പ്രസക്ത ഭാഗം താഴെ കൊടുക്കുന്നു. Forging and fabricating a document intending to cheat, making others to believe the wrong information and influencing others to be a party to the cheating, etc. are criminal offences under sections 420, 468 and 470 of the Indian Penal Code, punishable with imprisonment up to 24 years with or without fine. Criminal offences under the above sections of IPC are unbailable. Father Joshi is suspected to have doubtful credibility and questionable integrity, more so because he will adopt any means to meet his end, even if the means are unethical or against Christian principles and spirit. ഫാദർ ജോഷിയെ പ്രൊക്രേറ്ററായി നിയമിച്ചത് മാർ ആലഞ്ചേരിയുടെ പ്രത്യേക താല്പര്യപ്രകാരമായിരുന്നതിനാൽ ഈ കത്തിനെ പറ്റി എടയേന്ദ്രത്ത് പിതാവ് കർദിനാളിനോട് സംസാരിച്ചെങ്കിലും അദ്ദേഹം അതിന് യാതൊരു വിലയും കൽപ്പിച്ചില്ല. ഇതിനുശേഷം 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഫാദർ ജോഷി ഉൾപ്പെട്ട അതിരൂപതയിലെ പ്രമാദമായ ഭൂമി കച്ചവടങ്ങൾ നടന്നതും അതിരൂപതയ്ക്ക് 100 കോടിയോളം രൂപ നഷ്ടപ്പെട്ടതും. ഫാദർ ജോഷിയെക്കുറിച്ചുള്ള എൻ്റെ നിഗമനങ്ങൾ 100% ശരിയായിരുന്നുവെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു. ഇങ്ങനെയുള്ള ഒരു അച്ഛനെ ആയിരക്കണക്കിന് കോടികളുടെ ആസ്തിയുള്ള എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ ചാൻസലറായി നിയമിച്ചത് സീറോ മലബാർ സഭയ്ക്ക് തന്നെ അപമാനമാണ്. മാത്രമല്ല ഇത് സഭാധികാരികളുടെ മൂല്യച്യുതി ഒന്നുകൂടി വ്യക്തമാക്കുന്നു.